അവിടെ പോയിക്കണോ? ആ ചെക്കന്മാർക്കൊക്കെ ഭ്രാന്തോ. ഭയങ്കര വെള്ളാട്ടോ. ഒരു ചെക്കനായിട്ട് പോയിന് മുണ്ടക്കായ്ക്ക് ഓളശ്ശേരി എത്താക്കാൻ ചെക്കനായിട്ട് പോയിന്. പ്രശ്നങ്ങളൊന്നുമില്ല. അത് അവർക്ക് പറഞ്ഞാലും പറഞ്ഞേ അത് അവരെ നമ്പർ ഉണ്ടെങ്കിൽ എന്താ പറയാ, വരാൻ വേണോ? അവിടെ വെക്കാൻ പറ്റില്ല. ഈ ജാതി വെള്ളം വരികയാണ് എങ്ങനെ നിൽക്കുക? അടിക്കലേ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത് ചൂരൽമലയിലെ ദൃശ്യങ്ങളാണ്. എന്താ വെച്ചാൽ വയനാട് ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടിയതായിട്ടൊരു സൂചന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. കൺഫർമേഷൻ അല്ല, റിപ്പോർട്ട് മാത്രമാണ്. പക്ഷെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ചൂരൽമല പുഴയിൽ വെള്ളത്തിൻ്റെ ആധിക്യം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരു സൈഡിലും പുഴയുടെ നവീകരണത്തിനായിട്ട് ഒരുമിച്ച് കൂട്ടിയ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ അട്ടമല റോഡിലൊക്കെ അത്യാവശ്യത്തിലധികം വെള്ളം കയറിയിട്ടുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യത്തിലധികം വെള്ളം കവിഞ്ഞൊഴുകുന്നുണ്ട് എന്നാണ് വീഡിയോസുകളിൽ പുറത്തു വരുന്നത്. അപ്പോൾ ആ പ്രദേശവാസികൾ എന്തായാലും സൂക്ഷിക്കുക. അതുപോലെ അങ്ങോട്ട് യാത്ര പോകുന്നവരൊക്കെ സൂക്ഷിച്ചു പോവുക. അങ്ങോട്ട് നല്ല ഈ മഴക്കാലത്ത് റിസ്ക് എടുത്തിട്ട് പ്രയാസപ്പെട്ടിട്ട് പല ഡേഞ്ചർ ഏരിയകൾക്കൊന്നും പോവരുത്. പിന്നെ വയനാട് എന്നുള്ള സിനറി, വയനാടിൻ്റെ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഹേർട്ടിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഹേർട്ടിൽ ടച്ച് ചെയ്ത ഫീൽ ചെയ്ത കേരളം എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒട്ടാകെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് വയനാട് ചൂരൽമലയിലെ ദൃശ്യങ്ങൾ. അവിടുത്തെ കുഞ്ഞു മക്കളുടെ അവസ്ഥയും ഒരുപാട് കുടുംബങ്ങൾ പലരെയും നഷ്ടപ്പെട്ടു. അതെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അത്തരത്തിലാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടാണ്, കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷേ പ്രാർത്ഥന എന്നുള്ളതൊരു വിശ്വാസിയുടെ ആയുധമാണ്. എല്ലാവരും അവനവരുടെ പേഴ്സണൽ പ്രാർത്ഥനകളിൽ എന്താവുക, വയനാടിനെ ഉൾപ്പെടുത്തുക. കാരണം ഇനി നമുക്കിത് താങ്ങാൻ കഴിയൂല. കാരണം അന്ന് നടന്ന ഇഷ്യൂ, അന്ന് നടത്ത ഈ പ്രോബ്ലംസൊക്കെ ഇപ്പോഴും അലകെട്ടി കിടക്കുകയാണ്. അതിപ്പോഴും ഒന്ന് റീസെറ്റായിട്ട് വരുന്നുള്ളൂ. 100% ഇപ്പോഴും ഇത് റീസെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അത്തരത്തിൽ എന്തെങ്കിലും കേട്ടാൽ അല്ലെങ്കിൽ നടന്നാൽ അത് നമ്മക്കല്ല, ഓൽക്കല്ല, നമ്മക്ക് ആർക്കും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ യാത്രകളൊക്കെ മാക്സിമം ഡേഞ്ചർ ഏരിയകളിലേക്കൊന്നും പോവാതിരിക്കുക. വയനാട് പ്രദേശവാസികളൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.